നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബോക്സ് വരച്ച് ഷെയ്ഡ് ചെയ്യാൻ ചെറിയൊരു പ്രാക്ടീസ് ഞാൻ തന്നിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഷെയ്ഡിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. 6 തരത്തിലുള്ള ഷെയ്ഡിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഡ്രോയിങ്ങിലാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങി നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഒന്ന് പഠിക്കാം. ഇതിൽ 6 തരത്തിലുള്ള ഷെയ്ഡിങ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് പാരലൽ ഹാച്ചിങ് ഉണ്ട്, ക്രോസ് ഹാച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ സ്കംബ്ലിംഗ് ഉണ്ട്, സ്റ്റിപ്ലിംഗ് ഉണ്ട്, കോണ്ടൂർ ഹാച്ചിങ് ഉണ്ട്, ഫൈനലി സ്മഡ്ജിങ് ഓർ ബ്ലെൻഡിങ് ഉണ്ട്. ഇത്രയും ഷെയ്ഡിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ 6 സർക്കിൾ വരയ്ക്കണം, വൃത്തങ്ങൾ വരയ്ക്കണം. ബാക്കി ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുക. ഒന്നാമത്തെ ഷെയ്ഡിങ് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡിങ് ടെക്നിക്കാണ് പാരലൽ ഹാച്ചിങ്. ആദ്യം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിനെ ഒരു ഒബ്ജക്റ്റായിട്ട് സങ്കല്പിക്കാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഒഴിച്ചിട്ടിട്ട് വേണം ഷെയ്ഡിങ് ആരംഭിക്കാനായിട്ട്. പാരലൽ ഹാച്ചിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ലൈനായിട്ട്, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുന്ന ഒരു രീതിയാണ് പാരലൽ ഹാച്ചിങ്. ഇത് കൂടുതലും ബിഗിനേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് അതൊക്കെ വരക്കാനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ ലൈൻ ബൈ ലൈനായിട്ട് സമാന്തര ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ് പാരലൽ ഹാച്ചിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ ലെയർ ഞാൻ 2B ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫസ്റ്റ് ലെയർ 2B ഉപയോഗിച്ചുകൊണ്ട് ലൈൻ ബൈ ലൈനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും ഹാർഡായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ലൈറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഷെയ്ഡ് മാർക്ക് ചെയ്യാം. നമുക്ക് പെൻസിലിൻ്റെ കൺട്രോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും, പാരലൽ ഹാച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി. ഇനി അടുത്ത ലെയർ 4B ഉപയോഗിക്കാം. പാരലൽ ഹാച്ചിങ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ലൈൻ ബൈ ലൈനായിട്ട്, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന ടെക്നിക്കാണ് പാരലൽ ഹാച്ചിങ്. ഇത് ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റൊരു ഡയറക്ഷനിലേക്കായിട്ട് ഷെയ്ഡ് കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈനായിട്ട് 1 ഡയറക്ഷനിൽ മാത്രമായിട്ട് ഷെയ്ഡ് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഈക്വൽ ഗ്യാപ്പ് നമ്മൾ ആ ലൈൻസിൻ്റെ ഇടയിൽ കീപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡിങ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡാർക്കർ ഏരിയാസ് വേണ്ട ഭാഗത്ത് മാത്രം ലൈൻസ് ക്ലോസറായിട്ട് ചെയ്യുക. അല്ലാതെ ലൈറ്റ് ഏരിയാസാണ് വേണ്ടതെങ്കിൽ ലൈൻസിൻ്റെ ഗ്യാപ്പ് കുറച്ചുകൂടെ വിട്ട് അകത്തി നിർത്തി ഷെയ്ഡ് കൊടുത്താൽ മതിയാവും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഷെയ്ഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ലെയർ ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡിങ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ്ങിന് നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സിമ്പിൾ ഒബ്ജക്ട്സ് ഒക്കെ ബിഗിനേഴ്സ് വരയ്ക്കുന്ന സമയത്ത്, ബോക്സ്, സിലിണ്ടേഴ്സ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നമുക്കിത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 6B പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് 4B കഴിഞ്ഞിട്ട്. ഈ പാരലൽ ഹാച്ചിങ് എപ്പോഴും നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ലുക്കാണ് നമ്മുടെ ഡ്രോയിങ്ങിന് തരുന്നത്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഷെയ്ഡിങ് ടെക്നിക്കാണ് പാരലൽ ഹാച്ചിങ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ ചെയ്യുക. ആദ്യം 2B കൊണ്ട് ചെയ്യുക, പിന്നെ 4B ഉപയോഗിക്കുക, പിന്നെ 6B ഉപയോഗിക്കുക, പിന്നെ 10B ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി ക്രോസ് ഹാച്ചിങ്ങിലേക്ക് പോവാം. ക്രോസ് ഹാച്ചിങ് ആദ്യം പാരലൽ ഹാച്ചിങ് പോലെ തന്നെയാണ്. ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഷെയ്ഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് പോകും. അതാണ് ക്രോസ് ഹാച്ചിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഡാർക്കർ ഏരിയാസ് മെൻഷൻ ചെയ്യാനാണ് ഷെയ്ഡിങ്ങിൽ. ആദ്യം ഇതുപോലെ പാരലായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അത് ഇതിൻ്റെ മേലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡിങ് കിട്ടി. ആദ്യം ഇതുപോലെ സ്ട്രൈറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുക. ഒറ്റൊരു
ഡയറക്ഷൻ നോക്കി മാർക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് പാരലൽ ഹാച്ചിങ് പോലെ തന്നെയാണ്. ഇനി ഇതിൽ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഡയറക്ഷൻ നോക്കുക. ഇങ്ങനെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോസ് ഹാച്ചിങ് ആയി. ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ലൈൻസ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ക്രോസ് ഹാച്ചിങ് ഈസ് റെഡി. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിൽ ഡാർക്കർ ഏരിയാസ് വേണമെന്നുണ്ടെങ്കിൽ ലൈൻസുകൾ തമ്മിൽ അടുപ്പിച്ച് മാർക്ക് ചെയ്ത് പോയാൽ മതിയാവും. പിന്നെ ലൈറ്റ് ടോണാണ് വേണ്ടതെങ്കിൽ ഗ്യാപ്പ് ഇടവിട്ട് ലൈൻസുകൾ അകത്തി മെൻഷൻ ചെയ്ത് പോയാൽ മതിയാവും. ഇതാണ് ക്രോസ് ഹാച്ചിങ്. ഇനി 4B പെൻസിൽ എടുക്കാം. രണ്ടാമത്തെ ലെയർ ഇതുപോലെ ചെയ്തെടുക്കണം. കുറച്ച് കട്ടി വേണ്ട പോർഷൻ അടുപ്പിച്ച് മാർക്ക് ചെയ്താൽ മതിയാവും. ഈ ഒരു താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും പോകുന്നത്. പ്രകാശം അടിക്കുന്ന ഭാഗം നമ്മൾ മേലെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ആ ഒരു തിയറിയുടെ ബേസിലാണ് ഈ ഒരു ഷെയ്ഡിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കണം. ഈ ഒരു ഷെയ്ഡിങ് പോർട്രേറ്റ് ഡ്രോയിങ്ങിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൻ്റെ നമ്മൾ ഡ്രസ്സെല്ലാം മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിലിങ്ങും പാറ്റേൺ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു ഷെയ്ഡിങ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫേസ് വരക്കുന്ന സമയത്ത് ഷാഡോസ് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട്. സ്കെച്ചെല്ലാം തയ്യാറാക്കുന്ന പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ ആളുകളെ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൽ ഡാർക്കർ ഏരിയാസ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വരച്ചിട്ട് കാണുന്നുണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ 2 ഷെയ്ഡിങ് നോക്കി, പാരലൽ ഹാച്ചിങ്ങും ക്രോസ് ഹാച്ചിങ്ങും. ഇനി 6B ഉപയോഗിക്കാം. അടുത്ത ലെയർ ഇതുപോലെ ഡാർക്കർ ഏരിയാസ് വേണ്ട ഭാഗം നോക്കി അടുപ്പിച്ച് ലൈൻസ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ ഷെയ്ഡിങ്ങിൽ നമ്മൾ 2B ഉപയോഗിച്ചു, 4B ഉപയോഗിച്ചു, 6B ഉപയോഗിച്ചു. 3 പെൻസിലുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കൂടുതലും ഡാർക്കർ ഷെയ്ഡിങ് ആണ് വരുന്നത്. അടുപ്പിച്ച് വരുന്നത് കൊണ്ട് അത്ര ലെയേഴ്സ് മാത്രം യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി 3ാമത്തെ ഷെയ്ഡിങ് നോക്കാം, സ്കംബ്ലിങ്. സ്കംബ്ലിങ് എന്ന് പറയുന്നത് ഇത് ചെറിയ ഒരു ലൂസായിട്ടുള്ള ഒരു സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ കോയിൽ ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്ന ഒരു സ്ട്രോക്കാണ് ഈ പറയുന്ന ഒരു ഷെയ്ഡിങ് ടെക്നിക്ക്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലൈറ്റായിട്ടുള്ള സർക്കുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കോയിലായിട്ടുള്ള ഫോമിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും ഹാർഡായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല പെൻസിൽ പേപ്പറിലേക്ക്. അതേപോലെ തന്നെ ഓരോ ലെയേഴ്സും സ്ലോലി വേണം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, സാവധാനം ചെയ്തെടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഓരോ ഇതിൽ കാണുന്ന എല്ലാ സർക്കിളും നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ലൈറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി അതിൻ്റെ ബേസിലാണ് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് മാത്രം യൂസ് ചെയ്ത് ചിത്രങ്ങൾ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുമാരുണ്ട്. സ്കിൻ ഷെയ്ഡിങ്ങിന് ഇത് കൂടുതലും ഉപയോഗിക്കുന്നവരുണ്ട്. നല്ല സ്മൂത്ത് സർഫേസൊക്കെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതിൽ യാതൊരു മെറ്റീരിയൽസും ഉപയോഗിക്കുന്നില്ല. ഈ ഒറ്റൊരു ഷെയ്ഡിങ് രീതി മാത്രമാണ്. നല്ല സമയം ആവശ്യമുണ്ട് റിയലിസ്റ്റിക് പോർട്രേറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ സോഫ്റ്റ് ഷാഡോസും നമുക്കിതുവഴി ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ ഒരു പ്രത്യേകത സോഫ്റ്റ് ആൻഡ് നാച്ചുറൽ ടെക്സ്ചേഴ്സാണ് സ്കംബ്ലിങ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് നമുക്ക് തരുന്നത്. ഞാനിപ്പോൾ 2ാമത്തെ ഗ്രേഡാണ് യൂസ് ചെയ്യുന്നത്, 4B. ആദ്യം 2B കൊണ്ട് ചെയ്തു, ഇപ്പോൾ 4B ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. നല്ല സമയമെടുത്ത് ചെയ്യണം. ഇതുപോലെ ഓരോ ലെയേഴ്സായിട്ട് തന്നെ ചെയ്താലാണ് റിസൾട്ട് കിട്ടുക. ഇതിൻ്റെ ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം.
2B 4B 6B ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിനെ വേണമെങ്കിൽ കുത്തിവര എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഷെയ്ഡിങ് ടെക്നിക്കിനെ ഡാർക്ക് വേണ്ട പോർഷൻ നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് ഗ്രേഡ് കൂട്ടി എടുത്താൽ മതിയാവും. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് 2B 4B 6B 8B അങ്ങനെ ചെയ്തെടുക്കാം. ഡാർക്ക് വേണ്ട പോർഷൻ 6B ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 8B ഉപയോഗിക്കാം. നല്ല ഡാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ലെയറും യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്ററാണ്. 2B 4B 6B 8B ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അതെന്താണെന്ന് തിയറി എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡിങ് നോക്കാം. സ്റ്റിപ്പിംഗ്. ഇതിനെ സ്റ്റിപ്ലിംഗ് എന്നും പറയാറുണ്ട്. രണ്ടും സെയിം ആണ്. ഈ ഒരു ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെൻസിലിന് നല്ല ഷാർപ്പൺ വേണം, നല്ല മൊന വേണം. ഇത് ഡോട്ട് ഷെയ്ഡിങ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിങ് രീതി. ഇത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലൈനായിട്ട് ചെയ്യരുത്, ലൈൻസ് ആയിട്ട് ചെയ്യരുത്. ഓരോ പോയിൻ്റായിട്ട്, ഓരോ ഡോട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോകണം. ഏറ്റവും കൂടുതൽ ക്ഷമയും നമുക്ക് സമയവും വേണ്ട ഒരു ഷെയ്ഡിങ് ടെക്നിക്കാണ് സ്റ്റിപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഡീറ്റെയിലിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതുപോലെ ആദ്യം അകത്തി മാർക്ക് ചെയ്യണം. ഓരോ ഡോട്ടും വൈഡായിട്ട് ചെയ്യണം. ഇനി ഡാർക്കായിട്ടാണ് ഷെയ്ഡ് വേണ്ടതെങ്കിൽ അടുപ്പിച്ച് ഡോട്ട് ഇട്ട് പോവുക. ഇതാണ് ഈ ഒരു ഷെയ്ഡിങ്ങിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മെറ്റീരിയൽസ് യൂസ് ചെയ്യരുത്. സ്മഡ്ജിങ് സ്റ്റെമ്പോ ബ്രഷോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡോട്ടായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം. നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് HB തൊട്ട് 10B വരെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ലുക്ക് നമുക്ക് ഈ ഒരു ഷെയ്ഡിങ്ങിൽ നിന്ന് ചെയ്തെടുക്കാനായിട്ട് കഴിയും. എത്രയോ മണിക്കൂറുകൾ ആവശ്യമാണ് ഈ ഒരു ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ 4B കൊണ്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ആദ്യം 2B കൊണ്ട് കവർ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ 4B ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ HB തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 10B വരെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. ആൻഡ് ഇതിൽ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് തിയറി മാത്രം കാണിച്ചു തരുന്നത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഓരോന്നിൻ്റെ യൂസേജ് എന്താണ്, ഇന്ന ഷെയ്ഡിങ് ടെക്നിക്ക് ഇന്ന ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓരോ ഷെയ്ഡിങ്ങിൻ്റെയും യൂസേജ് എന്താണ്, ഇന്ന ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇന്ന ഷെയ്ഡിങ്ങാണ് യൂസ് ചെയ്യേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഷെയ്ഡിങ്ങാണ് കൊടുക്കുക. നമ്മൾ സ്കിൻ ഡ്രോയിങ്ങിന് വേണ്ട ഷെയ്ഡിങ് വേറെയാണ്, ഹെയർ ഡ്രോയിങ്ങിന് കൊടുക്കുന്ന ഷെയ്ഡിങ് വേറെയാണ്. ഇപ്പോൾ നമ്മൾ ഹെയർ ഡ്രോയിങ്ങിൻ്റെ ഷെയ്ഡിങ് നമ്മളിപ്പോൾ അടുത്ത് പഠിക്കും. അതാണ് കോണ്ടൂർ ഹാച്ചിങ്. ഇതുപോലെ ചെയ്തെടുക്കുക. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ ചെയ്യുക. ഇനി അടുത്ത ഷെയ്ഡിങ് നമുക്ക് നോക്കാം. കോണ്ടൂർ ഹാച്ചിങ്. കോണ്ടൂർ മീൻസ് ഔട്ട്ലൈൻ എന്നാണ് അർത്ഥം. അതായത് ഒബ്ജക്റ്റിൻ്റെ ഷെയ്പ്പ് നോക്കുക. ഇതിപ്പോൾ റൗണ്ട് ഷെയ്പ്പാണ്, ഒരു ഉരുണ്ട ഷെയ്പ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഷെയ്ഡ് കൊടുക്കാൻ. ഒബ്ജക്റ്റിൻ്റെ ഷെയ്പ്പ് അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുന്ന രീതിയാണ് കോണ്ടൂർ ഹാച്ചിങ്. ഇതാണ് ഏറ്റവും ഫലപ്രദം. ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് മാർക്ക് ചെയ്തെടുക്കുക. ഇത് ഒരു സ്ഫിയർ ആണ്, അപ്പോൾ അതിൻ്റെ ഷെയ്പ്പിൽ വേണം ഷെയ്ഡ് കൊടുക്കാനായിട്ട്.
അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു 3D ഫോമിലേക്ക് അത് മാറും. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ കർവ്ഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഒരു കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഫസ്റ്റ് ലെയർ ലൈറ്റായിട്ട് ചെയ്യണം. 2B HB യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഡാർക്ക് വേണ്ട പോർഷൻ ഓരോ ഗ്രേഡും അപ്ഗ്രേഡ് ചെയ്ത് 2B 4B 6B അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മൾ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് ബോഡി അനാട്ടമി ഡ്രോയിങ്ങിൽ നമുക്ക് ആവശ്യമുണ്ട്, ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അതേപടി കാണിക്കാനായിട്ട്. പിന്നെ നമ്മളുടെ ഹെയർ ഡ്രോയിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോണ്ടൂർ ഹാച്ചിങ് തന്നെയാണ്. പിന്നെ റൗണ്ടഡ് ഒബ്ജക്ട്സുകൾ ചെയ്യാനും പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ സ്റ്റിൽ ലൈഫ് ആർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അൺനോയിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഓരോ ഷെയ്ഡിങ്സും. ഇതുവരെ നമ്മൾ ചെയ്തു വന്ന ഷെയ്ഡിങ് രീതിയൊക്കെ നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ 3 ഡൈമെൻഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കോണ്ടൂർ ഹാച്ചിങ് അല്ലേ. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ഒരു ഉരുണ്ട് നിൽക്കുന്ന ഒരു ഫീലിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് കഴിയും, കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയുന്നത് നമ്മളുടെ 3 ഡൈമെൻഷണൽ ഫീല് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഷെയ്ഡിങ് രീതിയാണെന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. പെൻസിൽ അപ്ഗ്രേഡ് ചെയ്ത് പോവാം. 2B 4B 6B ആ ഒരു ഓർഡറിൽ ചെയ്യുക. നമുക്ക് നല്ലപോലെ സമയമെടുത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. എയ്റ്റ് ബി ലെയർ കൂടെ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ 8B ലെയർ വരെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് സ്മഡ്ജിങ് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഡിങ് ടെക്നിക്കാണ് സ്മഡ്ജിങ്. ലൈറ്റ് ഡയറക്ഷൻ മെൻഷൻ ചെയ്തു. നമ്മളിതുവരെ ഫോളോ ചെയ്ത ആ ഒരു തിയറിയിൽ തന്നെയാണ് ഇതും പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് ലൈറ്റ് സോഴ്സ് നോക്കി അതിൻ്റെ ബേസിൽ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ 2B യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ലെയർ. ഇതാണ് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരു ടെക്നിക്ക്. സ്മഡ്ജിങ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡിങ് ആണ്. പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്നത് പോർട്രേറ്റ് ഡ്രോയിങ്ങിൽ ഈ ഒരു ടെക്നിക്കാണ്. ഏറ്റവും ആളുകൾ യൂസ് ചെയ്യുന്നതും ഇന്ന് സ്മഡ്ജിങ് തന്നെയാണ്. ഇതിനെ ബ്ലെൻഡിങ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റംപിങ് എന്നും ഈ ഒരു ടെക്നിക്കിനെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബ്രഷോ പേപ്പർ സ്റ്റമ്പോ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഈ ഒരു ടെക്നിക്ക് നമുക്ക് തരുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് വരക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ടെക്നിക്കാണ് സ്മഡ്ജിങ് ടെക്നിക്ക്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്.
ഇനി 4B ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ലെയർ ചെയ്യാം. ഈ ഒരു ടെക്നിക്ക് കൂടുതലും സ്കിൻ ഷെയ്ഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതേപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാവരും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്നിക്കാണ് സ്മഡ്ജിങ് ടെക്നിക്ക്. ബാക്ക്ഗ്രൗണ്ട് ബ്ലെൻഡിങ്ങിനും ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്മൂത്ത് ഗ്രേഡിയൻസ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ ആധാരം ഈ പറയുന്ന ബ്ലെൻഡിങ് ആണ്. 4B ലെയർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി 6B ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ലെയർ ചെയ്യാം. പ്രഷർ കുറച്ചിട്ട് വേണം ഷെയ്ഡിങ് അപ്ലൈ ചെയ്യാൻ. ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓരോ ലെയറും ചെയ്ത് കഴിയുമ്പോൾ ബ്ലെൻഡ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പെൻസിൽ ഉപയോഗിക്കാം. 8B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓർഡർ കാണണം. പ്രകാശം അടിക്കുന്ന ഹൈലൈറ്റ്, തൊട്ടടുത്ത് ലൈറ്റ് ടോൺ, അത് കഴിഞ്ഞിട്ട് മിഡ് ടോൺ, അത് കഴിഞ്ഞ് ഡാർക്ക് ടോൺ, പിന്നെ ഏറ്റവും താഴെ ഡാർക്കസ്റ്റ്. ആ ഒരു ഓർഡറിൽ തന്നെ വോളിയത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 തരത്തിലുള്ള ഷെയ്ഡിങ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പാരലൽ ഹാച്ചിങ്, ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഷെയ്ഡിങ് പോകുന്നത്. പിന്നെ ക്രോസ് ഹാച്ചിങ്ങിലേക്ക് വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ ഒരു സെറ്റ് ഓഫ് ലൈൻസ് വെച്ച് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ സ്കംബ്ലിങ്ങിനെ കുറിച്ച് നോക്കി. അത് റൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കോയിലായിട്ടുള്ള രൂപത്തിലാണ് ഷെയ്ഡിങ് പോകുന്നത്. പിന്നെ സ്റ്റിപ്ലിങ് പഠിച്ചു, അത് ഡോട്ട് ഷെയ്ഡിങ് ആണ് വരുന്നത്. പിന്നെ കോണ്ടൂർ ഹാച്ചിങ്, ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഷെയ്ഡ് ചെയ്ത് പോകുന്നു. ഏറ്റവും ലാസ്റ്റ് സ്മഡ്ജിങ് പഠിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് വരക്കാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്ക്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്മഡ്ജിങ് ആണ്. 6 തരത്തിലുള്ള ഷെയ്ഡിങ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓരോ ഷെയ്ഡിങ്സും ഓരോ ഒബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുടി വരയ്ക്കുന്ന സമയത്ത് കോണ്ടൂർ ഹാച്ചിങ് ആണ്. അതേപോലെ തന്നെ സ്കിൻ ടോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മഡ്ജിങ് യൂസ് ചെയ്യും എന്ന് പറയുന്ന പോലെ ഓരോ ഡ്രോയിങ്ങും മാറി മാറി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഷെയ്ഡിങ്ങും മാറി മാറി വരും. ഓരോ ഒബ്ജക്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഷെയ്ഡിങ് യൂസ് ചെയ്ത് വരുന്നത്. സോ ഈ ഒരു 6 ഷെയ്ഡിങ് നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് മെച്ചപ്പെടുത്താനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി ആയിരിക്കും. അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കാണുക, ഫോളോ ചെയ്യുക, ആക്ഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക.